കുരിശ് സങ്കടങ്ങളുടെയും രക്ഷയുടെയും ചിഹ്നമാണ് എന്ന് വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ പഠിക്കുകയുണ്ടായി. സ്നേഹത്തിൻ്റെ ഒരു പര്യായം കൂടിയാണ് ഈ കുരിശ്. ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. സഹനം ആഘോഷിക്കപ്പെടണം എന്ന ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ സഹനങ്ങളെ വൈകല്യങ്ങളായി മാത്രം കണ്ട് അതിൽ നിന്ന് പിന്മാറി ഓടി ഒളിക്കുന്നവർക്ക് കുരിശ് സഹനം ഒരു ഭോഷത്വമാണ്. സഹനത്തിൻ്റെ പശ്ചാത്തലങ്ങൾ ഇന്ന് ജീവിതത്തിൽ നിന്ന് വിചിത്രവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. സഹനമില്ലാത്ത ജീവിതമാണ് ഇന്ന് എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിനു വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഒരു ഓട്ടപ്പാച്ചിലാണ് നടത്തുന്നത്. സഹനങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി വിശ്വാസ ജീവിതം ഇപ്പോൾ ഒരു ഓട്ടപ്പാച്ചിലായി മാറിയിരിക്കുകയാണ്. കുരിശും സഹനവുമൊക്കെ ഭോഷത്വമാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ശരികളാണ്. നമുക്ക് വേണ്ടി സഹിക്കുകയും നമ്മെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്ത ഒരുവനോട് ഞങ്ങളുടെ ജീവിതങ്ങളിൽ സഹനങ്ങളൊന്നും തരരുതേ എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിന് അനുയോജ്യമല്ലാത്ത ഒരു പ്രാർത്ഥനയാണ്. ദൈവമഹത്വത്തിനായും നമ്മുടെ രക്ഷയ്ക്കായും നാം എടുക്കുന്ന ചെറിയ സഹനം പോലും നമ്മുടെ ശരികളാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സഹനത്തിലും വേദനിക്കുന്ന ദൈവത്തിൻ്റെ നേത്രങ്ങളുണ്ട്, ഹൃദയമുണ്ട്. അതുകൊണ്ട് സഹനങ്ങൾ പുകഴ്ത്തപ്പെടണം. അത് മനുഷ്യരുടെ നേത്രങ്ങളിൽ ഭോഷത്വമാണെങ്കിലും സഹിക്കുക. സഹനങ്ങൾ കുരിശോട് ചേർത്ത് വയ്ക്കുക. ക്രൂശിതനോട് ചേർത്ത് വെച്ച് അവയെ മഹത്വപ്പെടുത്തുക.